മലങ്കര കാത്തലിക് ടിവിയിലെ കാറ്റക്കേസിസ് എന്ന പഠന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പുതിയ എപ്പിസോഡിൽ ചരിത്ര പുസ്തകങ്ങളുടെ രണ്ടാം ഭാഗമാണ് നാം പഠിക്കാനായി ഉദ്ദേശിക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ ചരിത്ര പുസ്തകങ്ങളുടെ ഒന്നാം ഭാഗം അഥവാ ജോഷുവായുടെ ചരിത്രം മുതൽ വിപ്രവാസകാലം വരെയുള്ള അതിനെപ്പറ്റിയുള്ള വിവരണങ്ങളെപ്പറ്റിയായിരുന്നു നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തത്. ഇന്ന് നാം കൂടുതലായി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുക വിപ്രവാസത്തിലേക്ക് കടന്നുപോയ ഇസ്രായേലിൻ്റെ വിപ്രവാസാനന്തര കാലമുള്ള വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളും അതിൻ്റെ വിവരണങ്ങളുമാണ്. നമുക്കറിയാവുന്നതുപോലെ വിപ്രവാസം BC 587 മുതൽ BC 538 വരെയുള്ള കാലഘട്ടങ്ങളായിരുന്നുവല്ലോ. ഇസ്രായേൽ വിപ്രവാസത്തിലേക്ക് നീങ്ങിയതോടുകൂടി ഇസ്രായേലിൻ്റെ രാജവാഴ്ചയുടെ സുവർണ കാലഘട്ടം അവസാനിക്കുകയാണ്. അതായത് BC 1030 മുതൽ BC 538 വരെ ഉണ്ടായിരുന്ന ഏകദേശം 500 വർഷത്തോളം ഉണ്ടായിരുന്ന ഇസ്രായേലിൻ്റെ രാജവാഴ്ചയുടെ കാലഘട്ടം അവസാനിക്കുന്നു. ഏകദേശം 500 വർഷത്തിലധികം നീണ്ടുനിന്ന രാജവാഴ്ചയുടെ കാലഘട്ടം വലിയ ഒരു ദുരന്തത്തിൽ അവസാനിക്കുകയാണ് വിപ്രവാസത്തിലൂടെ. വിഭജിക്കപ്പെടാത്ത ഇസ്രായേൽ രാജ്യം BC 721 വരെയും വിഭജിതമായ ഇസ്രായേൽ രാജ്യത്തിൻ്റെ തെക്കേ രാജ്യമായ യൂദയ BC 538 വരെയും നിലനിന്നിരുന്നു എന്ന് നമുക്കറിയാം. BC 721 10 ഗോത്രങ്ങൾ ഉൾപ്പെട്ടിരുന്ന ഇസ്രായേൽ രാജ്യം അസീറിയക്കാരുടെ അടിമത്തത്തിലേക്ക് പതിക്കുകയും നാമാവിശേഷമാകുകയും ചെയ്തുവെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടതാണ്. അതോടൊപ്പം BC 538 തെക്ക് രാജ്യമായ യൂദായും അതിൻ്റെ തലസ്ഥാനമായ ജെറുസലേമും നശിപ്പിക്കപ്പെട്ട് വിപ്രവാസത്തിലേക്ക് നീങ്ങുന്നത് നാം മനസ്സിലാക്കി. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആദ്യത്തെ രാജാവായ സാവൂൾ മുതൽ യൂദയായുടെ അവസാനത്തെ രാജാവായ സദക്യ വരെയുള്ള രാജാക്കന്മാരുടെ കാലഘട്ടമായിരുന്നു ഇസ്രായേലിൻ്റെ രാജവാഴ്ചയുടെ കാലഘട്ടം. സദക്യായുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് ചങ്ങലക്കിട്ട് യൂദാജനത്തിൻ്റെ മുമ്പിൽ നിർത്തി ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടതോടുകൂടി ഈ രാജവാഴ്ചയുടെ സുവർണ കാലഘട്ടം ഇസ്രായേലിൽ അവസാനിക്കുന്നു എന്ന് നാം കണ്ടു. വിപ്രവാസത്തിലായിരുന്ന ഈ കാലഘട്ടം ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടമായിരുന്നു. പ്രതിസന്ധി എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി. എന്തായിരുന്നു ഈ വിശ്വാസ പ്രതിസന്ധി എന്ന് നമുക്ക് നോക്കാം. ഇസ്രായേൽ രാജ്യം ദൈവം തിരഞ്ഞെടുക്കുകയും പ്രത്യേകമായി നയിക്കുകയും അവർക്ക് കാനാൻ ദേശം നൽകുകയും ഒക്കെ ചെയ്ത ഭൂതലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുമ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനം തങ്ങൾക്ക് വാഗ്ദാന ഭൂമി ലഭിച്ചിട്ടും അവിടെ 500 വർഷങ്ങൾ ജീവിച്ചിട്ടും മഹോന്നതരും അതിശക്തരുമായ രാജാക്കന്മാരുടെ കീഴിൽ വലിയൊരു രാജവംശമായി വലിയൊരു ശക്തിയായി വളർന്നിട്ടും എന്തേ തങ്ങൾക്ക് ഈ പരാജയം സംഭവിച്ചു, എന്തേ ഞങ്ങൾക്ക് ഈ നാശം സംഭവിച്ചു എന്നൊരു ചോദ്യം ഇസ്രായേലിൻ്റെ ഓരോ യഹൂദൻ്റെയും മനസ്സിൽ ഉയർന്നു വന്നു. അവരുടെ വിശ്വാസ പ്രതിസന്ധി ഇതായിരുന്നു: ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചോ? ബാബിലോണിൻ്റെ ദൈവമാണോ ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ യഹോവയെക്കാളും ശക്തനും ബലവാനുമായ ദൈവം? ഇസ്രായേലിൻ്റെ ദൈവത്തേക്കാൾ ശക്തനായ ദൈവം ബാബിലോണിൽ ഉള്ളതുകൊണ്ടാണോ ഇസ്രായേൽ രാജ്യത്തെ ആ ദൈവങ്ങളുടെ ശക്തിയാൽ തോൽപ്പിക്കുവാൻ ഇടയായത് എന്ന ചിന്ത വിപ്രവാസത്തിലായിരുന്ന ജനങ്ങളുടെ ഉള്ളിൽ ഉയർന്നു വന്ന ഈ വിശ്വാസ പ്രതിസന്ധിയുടെ പ്രഥമവും പ്രധാനവുമായ ഒരു കാര്യം. BC 640 മുതൽ BC 609 വരെ യൂദയ ഭരിച്ചിരുന്ന ജോസിയ രാജാവ് വലിയ മതനവീകരണങ്ങൾ നടത്തുകയും വിജാതീയ ദേവന്മാരുടെ പൂജാഗിരികൾ നശിപ്പിക്കുകയും അന്യദേവന്മാരുടെ ദേവാലയങ്ങൾ ഇടിച്ചു തകർക്കുകയും ചെയ്തത് കാരണമായിരിക്കാം തങ്ങൾക്ക് നാശം വന്നത് എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന ഒരു ജനതയെ നമുക്കിവിടെ കാണാനാവും.
അങ്ങനെ വിശ്വാസത്തിൻ്റെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു ഇസ്രായേൽ വിപ്രവാസത്തിലായിരുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് ദൈവം ഇസ്രായേലിനെ കൈവിട്ടിട്ടില്ല, ദൈവം ഇസ്രായേലിൻ്റെ കൂടെ തന്നെയുണ്ട്. ഇസ്രായേലിനെ നവീകരിക്കുന്നവൻ, ഇസ്രായേലിനെ പുനരുദ്ധരിക്കുന്നവൻ, വീണ്ടും പണിതുയർത്തുന്നവൻ, ആ ദൈവം ഇസ്രായേലിനെ ഒരിക്കലും കൈവിട്ടിട്ടില്ല എന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുവാനായി പ്രവാചകന്മാർ ഉയർന്നു വരുന്നതായി നമുക്ക് കാണാം. ദൈവം ഇസ്രായേലിനെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ് കടന്നു വന്ന പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാനാവും. അപ്രകാരം പ്രവചിച്ച പ്രവാചകന്മാരിൽ പ്രധാനപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു ജെറമ്യാ പ്രവാചകൻ. ജെറമ്യാ പ്രവാചകൻ്റെ പ്രവചനങ്ങളിൽ 31-ാം അധ്യായത്തിൻ്റെ 31-ാം വചനം ഇപ്രകാരം പറയുന്നു: കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം വരുന്നു. ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ അല്ല ഈ ഉടമ്പടി. ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന, അവരെ നട്ടുവളർത്തുകയും പുനരുദ്ധരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെപ്പറ്റി, ഇടിച്ചു തകർക്കാനും പണിതുയർത്താനും ഒക്കെ ശക്തിയുള്ള ഒരു ദൈവത്തെപ്പറ്റി ജെറമ്യാ പ്രവാചകൻ പ്രവചിക്കുന്നത് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 31-ാം അധ്യായം 31-ാം വചനങ്ങൾ അല്ലെങ്കിൽ 23 മുതലുള്ള വചനങ്ങൾ നമുക്ക് കാണാനാവും. എസെക്കിയേൽ പ്രവാചകന് അതുപോലെ തന്നെ ഉന്നത വിജയം നൽകുന്ന, രക്ഷ നൽകുന്ന ഒരു ദൈവത്തെപ്പറ്റി പ്രവചിക്കുന്നതായി നമുക്ക് കാണാം. ഏറ്റവും ഹൃദയസ്പർശിയായി ഇക്കാര്യം പ്രവചിക്കുന്നത് ഏശയ്യാ പ്രവചകനാണ്. ഏശയ്യാ പ്രവാചകൻ 49:15 ഇപ്രകാരം പ്രവചിക്കുന്നത് നമുക്ക് നന്നായി അറിയാവുന്നതാണല്ലോ. എന്നാൽ സിയോനോട് പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നുകളഞ്ഞു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നിന്നെ ഞാനിതാ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഇപ്രകാരം പെറ്റമ്മ മറന്നാലും മറക്കാത്ത ഒരു ദൈവത്തെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ സ്നേഹവാത്സല്യത്തിൻ്റെ കരുണയുടെ പ്രവചനങ്ങളുമായി ഈ കാലഘട്ടത്ത് യെശയ്യായും ജെറമ്യായും എസെക്കിയേലുമൊക്കെ ഉയർന്നു വരുന്ന ഇസ്രായേലിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ അവരെ പ്രചോദിപ്പിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന പ്രവാചകന്മാരെ ഇസ്രായേലിൽ നമുക്ക് കാണാനാവും. അപ്രകാരം ദൈവം ശക്തനായ, സർവശക്തനായ ഒരു ദൈവമാണ് എന്നൊരു ചിന്ത വീണ്ടും അവരിൽ വളർന്നു വരുന്നതിനും പുഷ്ടി പ്രാപിക്കുന്നതിനും വിപ്രവാസത്തിൻ്റെ അനുഭവങ്ങൾ അവർക്ക് കാരണമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ചിന്ത ഒരു ഗോത്രീയമായ ദൈവ സങ്കല്പങ്ങളിൽ നിന്നും ഒരു സാർവലൗകികമായ ദൈവബോധത്തിലേക്ക് ഈ വിപ്രവാസത്തിൻ്റെ കാലം, ഈ വിപ്രവാസത്തിൻ്റെ അനുഭവങ്ങൾ ഇസ്രായേലിനെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. അതുവരെ ഇസ്രായേൽ യഹോവയായ ദൈവത്തെ, ഇസ്രായേലിൻ്റെ ദൈവത്തെ മനസ്സിലാക്കിയിരുന്നത്, തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ മനസ്സിലാക്കിയിരുന്നത് അനേക ദൈവങ്ങളിൽ ഏറ്റവും ശക്തനായ ദൈവമാണ് യഹോവ. മറ്റു മതസ്ഥർക്കുണ്ടായിരുന്ന അനേക ദൈവങ്ങളിൽ ഒരുവൻ ആയിട്ട് ദൈവത്തെ അവർ കണ്ടിരുന്നു. എന്നാൽ ആ ദൈവങ്ങളിൽ നിന്നൊക്കെ ഏറ്റവും ശക്തനായ, ഏറ്റവും ബലവാനായ ദൈവമായിരുന്നു യഹോവയെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ വിപ്രവാസത്തിൻ്റെ അനുഭവം അവരെ പുതിയ പാഠങ്ങൾ, ദൈവ വെളിപ്പെടുത്തലിൻ്റെ പുതിയ പാഠങ്ങൾ അവരെ പഠിപ്പിച്ചു. പ്രവാചകന്മാരിലൂടെ വിശ്വാസത്തിൻ്റെ, ഇസ്രായേലിൻ്റെ ദൈവത്തെ പറ്റിയുള്ള വിശ്വാസത്തിൻ്റെ പുതിയ പാഠങ്ങൾ, പുതിയ മാനങ്ങൾ പഠിക്കുവാൻ കാരണമായി. ഇസ്രായേലിൻ്റെ ദൈവം ഏക ദൈവമാണ്. ആ ദൈവം തന്നെയാണ് ബാബിലോണും മറ്റ് രാജ്യങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു ദൈവം. യഹോവയായ ദൈവം ഇസ്രായേലിൻ്റെ മാത്രം ദൈവമല്ല, സർവശക്തനായ ദൈവമാണ്. അത് ഇസ്രായേലിൻ്റെ മാത്രം ദൈവമല്ല, മറിച്ച് സർവ്വജനതയുടെയും ഏക ദൈവമാണ് എന്നുള്ള ഒരു ചിന്തയിലേക്കും ഒരനുഭവത്തിലേക്കും ഒരറിവിലേക്കും ഒക്കെ കടന്നു പോകുവാൻ വിപ്രവാസത്തിൻ്റെ കാലഘട്ടം ഇസ്രായേലിനെ സഹായിച്ചു എന്ന് തന്നെ നമുക്ക് പറയാനാവും. സകല ജനങ്ങൾക്കും ദൈവമായ യഹോവ സർവശക്തനും
ബലവാനുമാണ് എന്ന് മനസ്സിലാക്കുവാൻ ഈ കാലഘട്ടം ഇസ്രായേലിനെ സഹായിച്ചു. അപ്പോൾ അവരുടെ ഇടയിൽ മറ്റൊരു ചിന്തയും പ്രബലപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാ ജനതയും ദൈവം സ്നേഹിക്കുന്നുവെങ്കിൽ, എല്ലാ ജനതകളുടെയും ദൈവമാണ് ഇസ്രായേലിൻ്റെ ദൈവമെങ്കിൽ, ഇസ്രായേലിൻ്റെ പ്രത്യേക ദൗത്യമെന്ത്? മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യമെന്ത്? ഈ കാലഘട്ടത്തിലാണ് ഇസ്രായേൽ എന്ന തെരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ തങ്ങളുടെ ദൈവവിളിയുടെ സാരാംശവും അന്തസ്സത്തെയുമൊക്കെ കൂടുതൽ വെളിവാക്കപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇസ്രായേലിൻ്റെ ദൗത്യം ലോകത്തിൻ്റെ പ്രകാശമാകുവാനാണ് എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞു. ഇസ്രായേൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇസ്രായേലിൻ്റെ മഹത്വം മറ്റെല്ലാ ജനതകളെയും പ്രകാശിപ്പിക്കുവാൻ, ലോകത്തിൻ്റെ പ്രകാശമാകുവാൻ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു എന്ന ബോധ്യം ഏശയ്യാ പ്രവചനത്തിലൂടെ നമുക്ക് കാണാനാവും. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 42-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ അത് വ്യക്തമായും കൃത്യമായും നൽകപ്പെടുന്നത് നമുക്ക് വായിക്കാനാവും. അതുകൊണ്ട് തന്നെ ഒരു സാർവലൗകിക ദൈവിക ചിന്തയെപ്പറ്റി, ഒരു ദൈവ അവബോധത്തെപ്പറ്റി ഇസ്രായേലിന് ഉൾക്കാഴ്ച ലഭിക്കുന്നതും മഹത്വം നിറഞ്ഞ ഇസ്രായേലിൻ്റെ വിളിയെപ്പറ്റിയുള്ള ആഴമായ ബോധ്യം ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു ഇസ്രായേലിൻ്റെ വിപ്രവാസം എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. അതുകൊണ്ട് തന്നെ മറ്റ് ചില ഉൾബോധ്യങ്ങളും വെളിപാടുകളും കൂടി ലഭിച്ച ഒരു കാലഘട്ടമായിരുന്നു ഇസ്രായേലിൻ്റെ വിപ്രവാസ കാലഘട്ടം. ഉദാഹരണമായി സംവിധാനങ്ങൾ ആപേക്ഷികമാണ് എന്ന് അവർക്ക് മനസ്സിലായി. ഇസ്രായേലിനെ സംരക്ഷിക്കുവാൻ ഉയർന്നു വന്ന രാജ്യവും രാജകീയ സംവിധാനങ്ങളും രാജാവിൻ്റെ നേതൃത്വവും സൈനിക ബലവും സമ്പത്തുമെല്ലാം ആപേക്ഷികമാണ് എന്നവർ മനസ്സിലാക്കി. മതപരവും രാഷ്ട്രീയപരവുമായ സംവിധാനങ്ങൾക്കൊന്നും ഇസ്രായേലിനെ രക്ഷിക്കാനായില്ല എന്നുള്ള ഒരു ചിന്തയിലേക്കും അതിനൊക്കെ അപ്പുറത്തുള്ള മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്ക് അവരുടെ ഉൾബോധത്തെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഈ വിപ്രവാസ അനുഭവങ്ങൾ ഇസ്രായേലിന് സഹായകരമായി എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. മതപരമായ സംവിധാനങ്ങൾ വഴിയും ബലിയർപ്പണങ്ങൾ പോലെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ വഴിയും അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്നൊരു ചിന്ത ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ആ ബോധ്യം തിരുത്തപ്പെടുവാൻ കാരണമായി. കാരണം രാജാവും പുരോഹിതന്മാരും കൊട്ടാരവും ദേവാലയവും എല്ലാം തകർന്നു. കാണപ്പെടുന്ന എല്ലാ സംവിധാനങ്ങളും തകർക്കപ്പെട്ടു. ദേവാലയം നാശകൂമ്പാരമായി, തീർത്ഥാടനമില്ലാതായി, ബലിയർപ്പണം നിലച്ചുപോയി. മതപരവും രാഷ്ട്രീയവുമായ എല്ലാ സംവിധാനങ്ങളും ഇല്ലാതായി തീർന്നു. മനുഷ്യനിർമ്മിതമായ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ രീതികൾക്കൊന്നും മനുഷ്യനെ രക്ഷിക്കാനാവില്ല എന്നൊരു ചിന്ത ഈ കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഉയർന്നു വരുവാനും വളർന്നു വരുവാനും ഈ കാലഘട്ടം അവരെ സഹായിച്ചു. ദേവാലയമില്ലാതെയും ദൈവത്തെ അനുഭവിക്കാമെന്നൊരു ബോധ്യം ഇസ്രായേലിന് ലഭിച്ചു. കാരണം ഇസ്രായേൽ സാർവലൗകികവും സർവവ്യാപിയുമായിരുന്ന ഒരു ദൈവത്തെ അനുഭവിച്ചിരുന്ന ഇസ്രായേലിൻ്റെ പിതാക്കന്മാർക്ക് ശേഷം സാക്ഷികൂടാരവും ദേവാലയവും ദൈവത്തിൻ്റെ സ്ഥിര സാന്നിധ്യമായും ദൈവാനുഗ്രഹവും ദൈവസാന്നിധ്യവും ലഭിക്കുവാൻ ഈ ദേവാലയങ്ങളിലേക്ക് തീർത്ഥാടനം ചെയ്യുകയും കാഴ്ചയർപ്പണങ്ങൾ നടത്തുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്യണമെന്നൊരു ചിന്ത ക്രമേണ ഇസ്രായേലിൽ വളർന്നു വന്നിരുന്നതിൻ്റെ ആ ഉത്ബോധത്തിൽ മാത്രം ജീവിച്ചിരുന്ന ഇസ്രായേൽ ജനത്തിന് പുതിയൊരു അവബോധം ലഭിക്കുന്നതായി നമുക്ക് കാണാനാവും. ഇത് എസെക്കിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വചനത്തിൽ പ്രകാരം വായിക്കുന്നു. കൽദായ ദേശത്ത് കേദാർ നദീതീരത്ത് നിൽക്കുമ്പോൾ എസെക്കിയേലിന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. ദേവാലയത്തിന് പുറത്ത് ഒരു നദിയുടെ തീരത്ത് വെച്ച് പോലും ദൈവം സംസാരിക്കുന്ന, ദൈവം പ്രത്യക്ഷപ്പെടുന്ന, ദൈവാനുഭവം ലഭിക്കുന്ന പ്രവാചകന്മാരെ പറ്റി, അവരുടെ പ്രവചനങ്ങളെപ്പറ്റി, ദൈവിക അരുളപ്പാടുകളെപ്പറ്റി പുതിയ ദർശനങ്ങൾ ഇസ്രായേലിന് ലഭിക്കുവാൻ കാരണമായി. ബാഹ്യമായ പ്രമാണങ്ങളുടെ അനുഷ്ഠാനത്തേക്കാൾ
ആന്തരികതയ്ക്കാണ് പ്രാധാന്യമെന്ന് ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ വിപ്രവാസ കാലഘട്ടം, അവസാനത്തെ നാടുകടത്തലിൻ്റെ സമയമായ പ്രവാസത്തിൻ്റെ 50 വർഷ കാലഘട്ടം, അവസാന കാലഘട്ടം ഇസ്രായേലിൻ്റെ ഒരു ശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടമായിരുന്നു. പടിപടിയായി ഇസ്രായേലിന് ലഭിച്ച വിപ്രവാസത്തിൻ്റെ അനുഭവങ്ങൾ അവരുടെ വിശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ വിപ്രവാസം ഒരു ശാപവും ഒരു ശിക്ഷയും എന്നതിനേക്കാൾ ഒരു ശിക്ഷണത്തിൻ്റെ കാലഘട്ടമായിരുന്നു. പ്രമാണത്തിൻ്റെ ആന്തരികതയിൽ നിന്നും അകന്നുപോയ ഇസ്രായേലിന് ലഭിച്ച ശിക്ഷണങ്ങളുടെ കാലഘട്ടമായിരുന്നു ഈ വിപ്രവാസത്തിൻ്റെ കാലഘട്ടമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ ദൈവാനുഭവത്തിൻ്റെ ഉൾക്കാഴ്ചകളെ, ദൈവിക ദർശനങ്ങളെ, ദൈവിക വെളിപാടുകളെ ലിഖിതങ്ങളാക്കി മാറ്റുന്ന ഒരു കാലഘട്ടം കൂടിയായി മാറുകയാണ്. വിപ്രവാസത്തിൽ അവർക്ക് ലഭിച്ച ഉയർന്ന ദൈവാനുഭവത്തിൻ്റെയും ദൈവിക വഴിനടത്തലിൻ്റെയും ഉൾബോധത്തിൻ്റെയും ഒക്കെ പ്രതിഫലനമായി നിയമാവർത്തന ചരിത്രം ക്രോഡീകരിക്കപ്പെടുകയും അതിൻ്റെ രചന പൂർത്തിയാവുകയും ചെയ്തു. അതുപോലെ തന്നെ 1-2 രാജാക്കന്മാരുടെ ഗ്രന്ഥങ്ങളും അതിൻ്റെ വിവരണങ്ങളുമൊക്കെ ഈ കാലഘട്ടത്തിലാണ്, ഈ വിപ്രവാസാനന്തരമുള്ള കാലഘട്ടത്തിലാണ് അത് ലിഖിതങ്ങളായി മാറ്റപ്പെട്ടത് എന്ന് നമുക്കറിയാം. അതിൻ്റെ കാരണം തന്നെ ഈ വിപ്രവാസത്തിൻ്റെ പ്രകാശത്തിൽ ഇസ്രായേലിൻ്റെ ദൈവബോധവും ദൈവത്തിൻ്റെ ഇടപെടലുകളും പുതിയൊരു കണ്ണുകളോടുകൂടി വായിച്ചെടുക്കുവാനും പുതിയൊരു ദർശനത്തോടു കൂടി കാണുവാനുമൊക്കെ ഇസ്രായേലിന് സാധിച്ചു. ഈ കാലഘട്ടങ്ങളിലാണ് പല പ്രവാചകന്മാരുടെയും ഗ്രന്ഥങ്ങൾ ലിഖിതങ്ങളായി രേഖപ്പെടുത്തപ്പെട്ടത്. ഹോസിയ, ജെറമിയ, ഏശയ്യ 3-ാം പുസ്തകങ്ങൾ ഒക്കെ എഴുതപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്. പുരോഹിത ഗ്രന്ഥരചനകളുണ്ടായി. ദൈവാനുഭവത്തിലും ദൈവാരാധനയിലും വന്ന തെറ്റുകൾ തിരുത്തുവാൻ, ദേവാലയ ക്രമീകരണങ്ങളെപ്പറ്റി വിശുദ്ധിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ലേവ്യരുടെ ഗ്രന്ഥം ഒക്കെ പൂർണ്ണമായും എഴുതപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ ശരിയായ ലിഖിത രൂപത്തിലായപ്പോൾ ദൈവാരാധനയ്ക്ക് ഹൃദയവിശുദ്ധിയുടെ ഭാവങ്ങൾ, ഞങ്ങൾ ഹൃദയവിശുദ്ധിയോടുകൂടി ദൈവത്തെ ആരാധിക്കേണ്ടതിൻ്റെയും അതിൻ്റെ അത്യാവശ്യത്തെയും ഊന്നിപ്പറയുന്ന ഒരു ദൈവബോധത്തിലേക്ക്, ഒരു പാരമ്പര്യ അനുഭവത്തിലേക്ക് ഇസ്രായേൽ കടന്നു വന്നു. ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ഒക്കെ പ്രാധാന്യം ഊന്നിപ്പറയുന്നതിന് ഈ കാലഘട്ടത്തിലെ രചനകളിൽ ദൈവസ്നേഹത്തെയും പരസ്നേഹത്തെയും ഊന്നിപ്പറയുന്ന പ്രാധാന്യം നൽകുന്ന രചനകൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാനാവും. പഞ്ചഗ്രന്ഥിയുടെ രചന പൂർണ്ണമായി തീർന്നത് ഈ വിപ്രവാസാനന്തരമുള്ള കാലഘട്ടത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. ചുരുക്കത്തിൽ പറഞ്ഞാൽ വിപ്രവാസം ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ശാരീരികമായ ക്ലേശങ്ങളും വലിയ നഷ്ടവും നഷ്ടബോധവുമൊക്കെ നൽകിയതായിരുന്നുവെങ്കിലും ദൈവത്തെപ്പറ്റിയുള്ള പുതിയ കാഴ്ചപ്പാടുകൾക്കും ദൈവാനുഭവത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്കുമൊക്കെ കടന്നു പോകുവാൻ ഇസ്രായേലിന് കാരണമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ വിപ്രവാസത്തിൻ്റെ കാലഘട്ടം അവസാനിക്കുന്നത് BC 538 BC 538 ബാബിലോൺ രാജ്യം ബലഹീനമായി തീരുകയും, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നെബൂഖദ്നേസറിന് ശേഷം വന്ന രാജാക്കന്മാർ ഭരണ സംവിധാനങ്ങളിൽ ബലഹീനരായിരുന്നതുകൊണ്ട് കിഴക്ക് പേർഷ്യ രാജ്യം ശക്തി പ്രാപിക്കുകയും പേർഷ്യ ബാബിലോൺ രാജ്യത്തെ കീഴടക്കുകയും അങ്ങനെ പേർഷ്യൻ ആധിപത്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബാബിലോണിനെ കീഴടക്കി പേർഷ്യൻ ആധിപത്യം ലോകമെങ്ങും വ്യാപകമായി. ഈ ബാബിലോണിൻ്റെയും പേർഷ്യയുടെയും രാജഭരണങ്ങൾ തമ്മിൽ വലിയ കാര്യമായ വ്യത്യാസമുണ്ടായിരുന്നു. ബാബിലോൺ രാജാവ് ഇസ്രായേലിനെ അടിച്ചമർത്തി ഭരിക്കുക, ജനങ്ങളെ നാടുകടത്തി ചിതറിക്കുക, ഒരിക്കൽ പോലും ഉയർത്തെഴുന്നേൽക്കാനാവാത്ത വിധം അവരെ ചിതറിച്ച് തച്ചുടച്ച് കളയുക എന്നൊരു രീതി ബാബിലോൺ രാജവംശത്തിന് തങ്ങൾ അധീനമാക്കിയ രാജ്യങ്ങളുടെ മേൽ പ്രയോഗിച്ചിരുന്നു എന്ന് നാം കാണുമ്പോൾ
പേർഷ്യൻ ആധിപത്യമാകട്ടെ അല്പം വ്യത്യാസമായി നാം കാണപ്പെടുന്നു. സംതൃപ്തരായ പ്രജകൾ, മതസംസ്കാര സ്വാതന്ത്ര്യം നൽകുന്ന രാജാക്കന്മാർ, വിശ്വാസം പാലിക്കാൻ തങ്ങളുടെ നാടുകളിലേക്ക് തിരിച്ചു പോകുവാൻ സ്വാതന്ത്ര്യം നൽകുന്ന അനുവാദങ്ങൾ, ഇപ്രകാരമുള്ള നവീനമായ ഒരു ആഭിമുഖ്യം പേർഷ്യൻ രാജ്യത്തിൻ്റെയും രാജാക്കന്മാർക്കുണ്ടാകുകയും അങ്ങനെ പേർഷ്യൻ രാജാവായ സൈറസ് നാടുകടത്തപ്പെട്ട യഹൂദർക്ക് തങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുവാൻ അനുവാദവും സഹായവും ചെയ്യുകയും ചെയ്യുന്നു നാം കാണുന്നു. അപ്രകാരം ഇസ്രായേലിൽ നിന്ന് 50-ലേറെ വർഷങ്ങളായി ഇസ്രായേൽ ജനം, പ്രത്യേകിച്ചും തെക്കൻ രാജ്യമായി യൂദായിൽ നിന്ന് നാടുകടത്തപ്പെട്ട ഏറെ പേരെ ജെറുസലേമിലേക്ക് മടക്കി അയക്കുന്നത് നമുക്ക് ചരിത്ര പുസ്തകങ്ങളിൽ വായിക്കാനാവും. ആ കാലഘട്ടത്തിൽ തിരിച്ചു വന്ന 2 ഗോത്രങ്ങൾ യൂദാ ഗോത്രവും ബെഞ്ചമിൻ്റെ ഗോത്രവുമായിരുന്നു. 721 ആരംഭിച്ച വിപ്രവാസത്തിൻ്റെ നീണ്ട കാലങ്ങൾക്ക് ശേഷം വടക്കൻ രാജ്യമായ ഇസ്രായേലിൽ നിന്ന് നാടുകടത്തപ്പെട്ടവർ, അവരുടെ തലമുറകൾ അറ്റുപോയിരുന്നു. എന്നാൽ തിരിച്ചു വരാനായത് യൂദായുടെയും ബെഞ്ചമിൻ്റെയും ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ കാലഘട്ടത്തിലാണ് ഇസ്രായേൽക്കാരെ യഹൂദർ എന്ന പേരിൽ വിളിക്കപ്പെടുവാൻ ആരംഭിച്ചത്. യൂദാ ഗോത്രത്തിൽ നിന്ന് തിരിച്ചു വന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് യഹൂദർ എന്ന പേർ ഇസ്രായേലിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നത്. യഹൂദർ എന്ന് വിളിക്കുന്നത് എല്ലാ ഇസ്രായേൽക്കാരെയും ഉദ്ദേശിച്ചല്ല, മറിച്ച് തിരിച്ച് ജെറുസലേമിലേക്ക് വന്ന ഗോത്രത്തിൽപ്പെട്ടവരെ മാത്രമായിരുന്നു. അങ്ങനെ തിരിച്ചുവരവിൻ്റെയും പുനർജീവിതത്തിൻ്റെയും ഒക്കെ ചരിത്രം ഈ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാനാവും. ആ കാലഘട്ടത്തിൽ തിരിച്ചു വരികയും ഇസ്രായേലിന് നേതൃത്വം നൽകുകയും ചെയ്ത നായകന്മാരും നേതാക്കന്മാരുമായിരുന്നു എസ്ര, നെഹേമിയ. തിരിച്ചു വന്ന പുരോഹിത വംശത്തിൽപ്പെട്ടവനായിരുന്നു ജോഷുവ. തിരിച്ചു വന്നവരിൽ, പല ഘട്ടങ്ങളായി തിരിച്ചു വന്നവരിൽ ഇസ്രായേലിന് നേതൃത്വം നൽകിയ നേതാക്കന്മാരിൽ ഒരുവനായിരുന്നു സെറുബാബേൽ. അക്കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ പുനരുദ്ധാരണത്തിന്, ഇസ്രായേലിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ട പ്രചോദനം നൽകി അവരെ പുനരുദ്ധരിക്കുന്നതിന് ശക്തമായ പ്രവചനങ്ങൾ നൽകിയവരാണ് ഹാഗായി, സക്കറിയ പ്രവാചകന്മാർ. ദേവാലയവും ദേവാലയത്തിൻ്റെ മതിലും പണിയുന്നതിന് തിരിച്ചു വന്ന നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന ചരിത്രമാണ് എസ്ര, നെഹേമിയ തുടങ്ങിയ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നാം വായിച്ച് മനസ്സിലാക്കുക. ദേവാലയം പണിയുന്നതിന് നെഹേമിയ നേതൃത്വം നൽകുകയും ഇസ്രായേലിൻ്റെ മതനവീകരണം നടത്തുന്നതിന് നിയമപണ്ഡിതനായ എസ്ര നേതൃത്വം നൽകുകയും ചെയ്തുവെന്ന് ഈ 2 ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് വായിക്കാനാവും. എല്ലാം നഷ്ടപ്പെട്ട് നിരാശയോടുകൂടി മടങ്ങി വന്ന ജനം ശൂന്യമായി കിടക്കുന്ന ജെറുസലേമിൻ്റെ നഗരവീഥികളും തകർന്നു കിടക്കുന്ന ജെറുസലേമിൻ്റെ മതിലുകളും കണ്ട് വിലപിക്കുന്ന നെഹേമിയായുടെ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. സക്കറിയ, ഹാഗായി പ്രവചനങ്ങളിലൂടെ ദേവാലയം പുനരുദ്ധരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ദേവാലയം പുനരുദ്ധരിക്കുന്നതിന് അവർക്ക് തടസ്സമായി തീർന്ന ഇസ്രായേലിൻ്റെ ചരിത്രത്തെപ്പറ്റി വിവരിക്കുമ്പോൾ ദേവാലയം പണിയുന്നതിന് തടസ്സമായി നിന്നത് 3 കാര്യങ്ങളായിരുന്നു. ഒന്ന്, സമറിയാക്കാരുടെ എതിർപ്പ്. സമറിയാക്കാർ ഇസ്രായേലിനെ ദേവാലയ പണി സഹായിക്കാമെന്ന് അറിയിച്ചു. എന്നാൽ ഇസ്രായേലിലെ നേതാക്കന്മാർ വിജാതീയ മതസ്ഥരുമായി വിവാഹത്തിലൂടെ അശുദ്ധരായി തീർന്ന സമറിയാക്കാരെ അതിൽ പങ്കെടുപ്പിക്കുവാൻ അനുവദിക്കാതിരിക്കുകയും അത് ഇസ്രായേലിനോട് സമരിയാക്കാർക്ക് ശത്രുത ഉളവാക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്തു. രണ്ടാമതായി, പേർഷ്യൻ രാജ്യത്തിൽ അസമാധാനവും അരാജകത്വവും നിലനിന്ന കാലത്ത് ദേവാലയ പണിക്ക് സഹായിക്കാനാവാത്തതിനാൽ ദേവാലയ പണി നിർത്തിവെക്കുവാൻ പേർഷ്യൻ കോടതി ആവശ്യപ്പെട്ടതുകൊണ്ട് ഇസ്രായേലിൻ്റെ പണി തടസ്സപ്പെട്ടതായി നമുക്ക് കാണുന്നു. അങ്ങനെ തിരിച്ചു വരാത്ത 12 ഗോത്രങ്ങൾ, അല്ലെങ്കിൽ പൂർണ്ണമാകാത്ത 12 ഗോത്രങ്ങളുടെ തിരിച്ചുവരവ് ഇസ്രായേലിന് പുനരുദ്ധാരണത്തിന് മറ്റൊരു തടസ്സമായിരുന്നു. എങ്കിലും
എസ്രാ നെഹേമിയായുടെ നേതൃത്വത്തിൽ ദേവാലയം പണിയുകയും അതിമനോഹരവും മഹത്തരവുമായിരുന്ന സോളമൻ്റെ ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് തുലോം ചെറുതും മഹത്വം കുറഞ്ഞതുമായൊരു ദേവാലയം പണിതു എന്ന് നാം കാണുന്നു. ഇതാണ് ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ ദേവാലയം. ഈ ദേവാലയ നിർമ്മാണവും അതിൻ്റെ പ്രതിഷ്ഠയും അതോട് ചേർന്ന് ഇസ്രായേലിൻ്റെ മതനവീകരണവുമൊക്കെ ജോഷുവായുടെയും എസ്രാ നെഹേമിയായുടെ നേതൃത്വത്തിൽ നടക്കുന്നതും എസ്രാ നെഹേമിയ തുടങ്ങിയ പുസ്തകങ്ങളിൽ നമുക്ക് വായിക്കാനാകും. മതനവീകരണത്തിനായി നിയമഗ്രന്ഥം കണ്ടെടുക്കുകയും നിയമത്തിൻ്റെ അനുഷ്ഠാനങ്ങളെപ്പറ്റിയും അതിൻ്റെ ആചരണത്തെപ്പറ്റിയുമൊക്കെ വീണ്ടും ഇസ്രായേലിനെ പഠിപ്പിക്കുകയും എസ്രാ ചെയ്യുന്നതായി നമുക്ക് വായിക്കാനാവും. കാരണം എസ്രാ ഒരു നിയമ പണ്ഡിതനായിരുന്നു. വിപ്രവാസത്തിൽ നിന്നും തിരിച്ചു വന്ന യഹൂദ ഗോത്രത്തിലെ പിൻതലമുറക്കാർക്ക്, ഇളത്തലമുറക്കാർക്ക് നിയമത്തെപ്പറ്റിയോ അതിൻ്റെ അനുഷ്ഠാനങ്ങളെപ്പറ്റിയോ കാര്യമായ ഗ്രാഹ്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ പടുതുയർത്തുവാൻ, നവീകരിക്കുവാൻ എസ്രാ നെഹേമിയ, ജോഷുവ, സെറുബാബേൽ, ഹാഗായി, സക്കറിയ തുടങ്ങിയ വിപ്രവാസാനന്തരം ഇസ്രായേൽ ഉയർന്നു വന്ന പ്രവാചകന്മാരും നേതാക്കന്മാരും നിയമപണ്ഡിതന്മാരും സഹായിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ പേർഷ്യൻ രാജാവായ സൈറസ് വിപ്രവാസത്തിലായിരുന്ന യഹൂദർക്ക്, അവശേഷിച്ച യഹൂദർക്ക് തിരിച്ചു വരുവാൻ അനുവാദം നൽകി. സൈറസ് രാജാവ് യഹൂദർക്ക് തിരിച്ചു വരുവാൻ അനുവാദം നൽകിയെങ്കിലും മതപരമായ സ്വാതന്ത്ര്യവും സാംസ്കാരികപരമായ സ്വാതന്ത്ര്യവും നൽകിയെങ്കിലും രാഷ്ട്രീയപരമായ സ്വാതന്ത്ര്യം നൽകിയിരുന്നില്ല. മതസ്വാതന്ത്ര്യത്തോടൊപ്പം രാഷ്ട്രീയ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ഇസ്രായേലിന് സാധിച്ചിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. അതുപോലെ തന്നെ ഇസ്രായേലിന് വിപ്രവാസാനന്തരം തിരിച്ചു വന്ന ഇസ്രായേലിന് മറ്റു ചില പ്രതിസന്ധികളും കൂടി ഉണ്ടായിരുന്നു. ഏകദേശം 50-60 വർഷങ്ങൾക്ക് ശേഷം വിപ്രവാസത്തിലായിരുന്ന അനേക ഇസ്രായേൽക്കാർ തിരിച്ചു വരുവാൻ കൂട്ടാക്കിയില്ല. വിപ്രവാസത്തിൽ തങ്ങൾ കഴിഞ്ഞിരുന്ന പഴയ സ്ഥലങ്ങളിൽ തുടരുവാൻ അവർ പലപ്പോഴും ആഗ്രഹിച്ചു. അവിടുത്തെ സമാധാനവും സമൃദ്ധിയുമൊക്കെ അനുഭവിച്ച് ജീവിക്കുവാനാണ് ഇസ്രായേലിലെ പല കുടുംബങ്ങളും വ്യക്തികളും ആഗ്രഹിച്ചത്. തിരിച്ചു വന്നവർക്കാകട്ടെ തങ്ങൾ താമസിച്ചിരുന്ന വീടോ സ്ഥലമോ നാശകൂമ്പാരമായി കിടക്കുന്നത് കാണുന്നതും അത് പുനഃസ്ഥാപിക്കാനാവാതെ പോകുന്നതുമൊക്കെ, അതോടൊപ്പം പട്ടിണിയും ദാരിദ്ര്യവും നിറഞ്ഞ ഒരവസ്ഥയുമൊക്കെ ഈ തിരിച്ചു വന്നവർക്ക് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദേവാലയം പണിയാനായി പരിശ്രമിക്കുന്ന വലിയ ക്ലേശം നിറഞ്ഞ അനുഭവവും ഇസ്രായേലിനുണ്ടായിരുന്നു. വരൾച്ചയും കൃഷിനാശവും നീതിരഹിതമായ നിയമവ്യവസ്ഥയുമൊക്കെ ഇസ്രായേലിനെ കൂടുതൽ ഭാരപ്പെടുത്തി. പ്രവാചകന്മാർ നീതിക്കായി നിലവിളിച്ചു. അപ്രകാരം ഇസ്രായേലിൻ്റെ നവീകരണത്തിന് ക്ലേശപൂർണമായ അനുഭവത്തിൻ്റെ പന്ഥാവിലൂടെയൊക്കെ നടക്കുന്ന ഇസ്രായേലിനെ നവീകരിക്കുവാൻ എസ്രാ നെഹേമിയ ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനമാണ് വിജാതീയ വിവാഹങ്ങളെല്ലാം അസാധുവാക്കിക്കൊണ്ട് ഇസ്രായേലിൻ്റെ കുടുംബജീവിതത്തിൻ്റെ വിജാതീയരെ സ്ത്രീകളെയും കുട്ടികളെയും ഭാര്യമാരായി സ്വീകരിച്ചവരൊക്കെ ഉപേക്ഷിക്കണമെന്നും നിയമാനുഷ്ഠാനത്തിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ശാസനങ്ങളും ക്രമീകരണങ്ങളുമൊക്കെ ഇസ്രായേലിൽ നടത്തപ്പെട്ടു. ഈ കാലഘട്ടത്തിലാണ് ബൈബിളിൻ്റെ മറ്റെല്ലാ ഗ്രന്ഥങ്ങളും തന്നെ ക്രോഡീകരിക്കപ്പെടുന്നത്. ഇപ്രകാരം ഇസ്രായേലിൻ്റെ നിയമത്തിലൂടെയുള്ള പുനർനവീകരണത്തിന് എസ്രായോടുകൂടെ ഒരു സംഘം ജനം അണിനിരന്നു. ഈ കാലഘട്ടത്തിലാണ് ഇസ്രായേലിൽ പുതിയ നിയമങ്ങളുടെ ഉത്ഭവം ഉണ്ടാകുന്നത്. ജനജീവിതത്തെ നവീകരിക്കുവാൻ വേണ്ടി നിയമപണ്ഡിതന്മാരും നിയമജ്ഞന്മാരുമൊക്കെ ഇസ്രായേലിന് പുതിയ നിയമസംഹിതകൾ രൂപപ്പെടുത്തി നൽകി. അങ്ങനെ പുരോഹിതന്മാരും മതപ്രമാണികളും നിയമപണ്ഡിതന്മാരും ജനങ്ങളുടെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചു. അപ്രകാരം ക്രമേണ പുരോഹിത ഭരണത്തിൻ്റെ രീതിയിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നതിന് കാരണമായി. നിയമങ്ങളുടെ
അക്ഷരം പ്രതിയുള്ള അനുഷ്ഠാനങ്ങൾക്കും ബാഹ്യമായ ആചാരങ്ങൾക്കുമൊക്കെ കാർക്കശ്യം നിറഞ്ഞ നിയമങ്ങൾ നൽകപ്പെട്ടു, പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അത് പ്രമാണവൽക്കരിക്കപ്പെട്ടു. ഈ മതനവീകരണം ക്രമേണ ഭക്തിയുടെ പുറന്തോട് മാത്രമായി തീർന്നു. പുരോഹിതന്മാരും നിയമജ്ഞരും തങ്ങൾ വിശുദ്ധരാണ് എന്ന് സ്വയം കണക്കാക്കുകയും മറ്റുള്ളവർ അപ്രകാരം കണക്കാക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ചില സംവിധാനങ്ങൾ രൂപപ്പെട്ടു. നിയമം വള്ളിപുള്ളി തെറ്റാതെ പാലിക്കണമെന്നുള്ള അനുശാസനങ്ങളും ക്രമീകരണങ്ങളും നടപ്പിലായി. അപ്രകാരം നിയമം തെറ്റിച്ചവരെ പാപികളും തങ്ങളുടെ മതത്തിൽ ഉൾപ്പെടുത്താനാവാത്തവരുമായി പുറന്തള്ളപ്പെട്ടു. ഇപ്രകാരമുള്ള മതനവീകരണത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ മതനവീകരണം ക്രമേണ ഇസ്രായേലിൽ അവർക്ക് ലഭിച്ചിരുന്ന ഈ സാർവലൗകിക മിഷണറി ദൗത്യത്തെപ്പറ്റിയുള്ള ഉൾക്കാഴ്ചകൾ തേജുമാഞ്ഞു പോകുന്നതിനും നഷ്ടപ്പെടുന്നതിനും കാരണമായി തീർന്നു എന്ന് നമുക്ക് കാണാനാകും. ലോകത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും പ്രകാശമാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിൻ്റെ ദൗത്യം തങ്ങളിലേക്ക് തന്നെ ചുരുക്കപ്പെടുന്നതായി ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാലഘട്ടത്തിലാണ് ജ്ഞാനപ്രസ്ഥാനങ്ങളുടെ ആവിർഭാവം നാം കാണുക. പ്രവാസാനന്തര കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ ദൈവദർശനവും ദൈവാനുഭവം മാറിയതോടുകൂടി പ്രവാചകന്മാരിൽ നിന്നും നിയമസംഹിതകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട ഒരു ജനം പ്രകൃതിയെയും മനുഷ്യരെയും ഒക്കെ മറ്റൊരു ഭാവത്തോടു കൂടി കാണുവാനും അതിനെ മനസ്സിലാക്കുവാനുമൊക്കെ തുടങ്ങിയ കാലഘട്ടത്തിലാണ് ജ്ഞാനഗ്രന്ഥങ്ങളുണ്ടായി. വിശുദ്ധ ഗ്രന്ഥത്തിലെ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒഴികെയുള്ള വിജ്ഞാന ഗ്രന്ഥങ്ങൾ ഈ കാലഘട്ടത്തിലാണ് രചിക്കപ്പെട്ടത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവിക ഇടപെടലിനെ പറ്റി, മനുഷ്യൻ്റെ സൃഷ്ടിയെപ്പറ്റി, മനുഷ്യനും ദൈവത്വവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പുതിയ കാഴ്ചപ്പാടുകളും ചിന്തകളും ഇസ്രായേലിന് വെളിപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. ലക്ഷ്യം പ്രാപിക്കാനുള്ള വഴി തോറയുടെ പാലനമാണ്. തോറയിലൂടെ നമുക്ക് നൽകപ്പെടുന്നത് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട ദൈവീകതയാണ്. നിയമങ്ങൾ കൃത്യമായി അനുസരിച്ചാൽ അനുഗ്രഹം ലഭിക്കും. ആരോഗ്യം, സമ്പത്ത്, ദീർഘായുസ്, സൽകീർത്തി, മക്കൾ തുടങ്ങിയ ഭൗതികമായ നന്മകൾ ലഭിക്കുവാൻ ഈ തോറയുടെ അക്ഷരം പ്രതിയുള്ള വള്ളിപുള്ളി തെറ്റാതെയുള്ള അനുഷ്ഠാനം അത്യന്താപേക്ഷിതമാണെന്ന് ജനങ്ങളെ മനസ്സിലാക്കുന്നതിന് ഈ കാലഘട്ടത്തെ ചിന്തകളും പഠനങ്ങളും മതനവീകരണങ്ങളും നയിച്ചു. അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുള്ള മാർഗങ്ങൾ സൂക്തങ്ങളായി അവതരിപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യന് വിജയം ലഭിക്കുവാൻ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്ന് അത് സൂക്തങ്ങളായി ജ്ഞാനഗ്രന്ഥങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെട്ടു. ഈ കാലഘട്ടത്തിലാണ് സുഭാഷിതങ്ങൾ, പ്രഭാഷകൻ, ജ്ഞാനത്തിൻ്റെ പുസ്തകം, സങ്കീർത്തനങ്ങളുടെ നവമായ ക്രോഡീകരണം ഇവയൊക്കെ നടന്നത്. പ്രവചന ഗ്രന്ഥം അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ഗ്രന്ഥം കുറേ കൂടി ആഴമായ ചില ദർശനങ്ങൾ നൽകി. ജ്ഞാനികൾ ജീവിത വിജയത്തിനുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ചു. അപ്പോൾ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഭൗതികമായ നേട്ടങ്ങളാണ് എന്നൊരു ചിന്ത ക്രമേണ ഇസ്രായേലിൽ വളർന്നു വരുവാൻ കാരണമായി. യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഇവയൊക്കെ മനസ്സിലാക്കുവാൻ ഇസ്രായേലിലെ ജനത്തെ പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. രോഗം, ഹ്രസ്വായുസ്, ദാരിദ്ര്യം ഇവ പാപവും ദൈവശാപവുമായി കാണുവാൻ ഈ കാലഘട്ടത്തിൽ ജനം പ്രേരിപ്പിക്കപ്പെട്ടു. അങ്ങനെ ജ്ഞാനഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നവ പലപ്പോഴും ഇസ്രായേലിൻ്റെ സാധാരണ ജീവിതത്തോട് പൊരുത്തപ്പെടാത്ത ചില അനുഭവങ്ങൾ ഉയർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ അതിനെ ഖണ്ഡിക്കുവാനായി മറ്റു ജ്ഞാനഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടു. പ്രത്യേകിച്ചും സഹനം, രോഗം തുടങ്ങിയവയൊക്കെ എങ്ങനെ ഇസ്രായേലിനെ അഭിമുഖീകരിക്കാം, യഹൂദരെങ്ങനെയാണ് ഇതിനോട് യാഥാർത്ഥ്യ ബോധത്തോടെ അഭിമുഖീകരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിനായി ജോബിൻ്റെയും സഭാപ്രസംഗത്തിൻ്റെയും ഒക്കെ പുസ്തകം രചിക്കപ്പെട്ടു. അതുമൂലം തന്നെ ഇസ്രായേലിലെ പ്രവാചകത്വം നഷ്ടപ്പെടുകയും
ജ്ഞാനികളും ജ്ഞാനസൂക്തങ്ങളും ഉടലെടുക്കുവാൻ കാരണമായി. ലൗകിക ജ്ഞാനത്തിന് പ്രാധാന്യമേറി. ഈ കാലഘട്ടത്തിലാണ് ഇസ്രായേലിൽ ഉയർന്നു വന്ന ചില തെറ്റായ പ്രവണതകൾക്കൊക്കെ എതിരെ പ്രവചിക്കുന്ന മലാക്കി പോലുള്ള പ്രവാചകന്മാർ ഉയർന്നു വരുന്നത്. മലാക്കി പ്രവാചന പ്രകാരം പ്രവചിക്കുന്നു, നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കുവാൻ നിങ്ങളിൽ ആരെങ്കിലും ഈ ദേവാലയത്തിൻ്റെ വാതിലൊന്ന് അടച്ചിരുന്നെങ്കിൽ വള്ളിപുള്ളിയുള്ള നിയമാനുഷ്ഠാനത്തെയും വ്യർത്ഥമോഹങ്ങൾക്ക് വേണ്ടിയുള്ള നിയമപാലനത്തെയും ഒക്കെ ഖണ്ഡിച്ചുകൊണ്ട് മലാക്കി പ്രവാചകൻ പ്രവചിക്കുന്നത് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ സഹനത്തെപ്പറ്റിയും രോഗത്തെപ്പറ്റിയും ഒക്കെയുള്ള പുതിയ ദർശനങ്ങൾ ഈ ഗ്രന്ഥങ്ങളിലൂടെ അവതരിക്കപ്പെടുന്നതും മനസ്സിലാക്കപ്പെടുന്നതും നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പേർഷ്യൻ ഭരണകാലത്ത് അല്ലെങ്കിൽ പേർഷ്യൻ ആധിപത്യത്തിൻ്റെ കാലത്ത് ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ യഹൂദ ജനത്തെപ്പറ്റിയുള്ള ആഴമായ ബോധ്യങ്ങളും വിശ്വാസങ്ങളും മതാത്മകതയുമൊക്കെ രൂപപ്പെട്ടു. പേർഷ്യൻ രാജ്യത്തിൻ്റെ ദേശീയ മതം യഹൂദരെ സ്വാധീനിക്കുന്നതിന് കാരണമായി. യഹൂദ മതജീവിതത്തിൻ്റെ മാനദണ്ഡമായി ബൈബിൾ മാറ്റപ്പെട്ടു. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പാലനം, ഇസ്രായേലിൻ്റെ തനിമ, ഇവയൊക്കെ കൂടുതൽ വ്യക്തമായ കാലഘട്ടമായിരുന്നു ഈ വിപ്രവാസാനന്തര കാലഘട്ടമെന്ന് ഈ ചരിത്ര പുസ്തകങ്ങളുടെ വായന നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഈ കാലഘട്ടത്തിൽ ബാഹ്യമായ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും മതാത്മകതയുടെ പുറംചട്ട ധരിക്കുവാൻ കാരണമായി. ഇങ്ങനെ പേർഷ്യൻ ആധിപത്യത്തിൻ്റെ കാലഘട്ടം ഇസ്രായേലിന് പലവിധമായ നന്മകളും അതോടൊപ്പം പലവിധമായ വിനകളും വരുത്തിയ കാലമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പേർഷ്യൻ ആധിപത്യത്തിന് ശേഷം ഇസ്രായേലിനെ അനുഭവിക്കേണ്ടി വന്ന മറ്റൊരു ആധിപത്യമായിരുന്നു ഗ്രീക്ക് ആധിപത്യം. BC 332 ഗ്രീക്ക് രാജവംശം പേർഷ്യൻ രാജവംശത്തെ തോൽപ്പിക്കുകയും മഹാനായ അലക്സാണ്ടറിൻ്റെ കാലഘട്ടം മുതൽ റോമൻ ആധിപത്യം വരെയുള്ള BC 63 വരെയുള്ള ഏകദേശം 269 വർഷക്കാലം ഇസ്രായേൽ ജനം തുടർന്ന് ഗ്രീക്ക് ആധിപത്യത്തിലായിരുന്നു. വളരെയേറെ ശക്തനും നേതൃത്വത്തിൽ മികവുറ്റവനുമായിരുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടറിൻ്റെ ഭരണകാലം ഇസ്രായേലിൻ്റെയും യഹൂദരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായ ഒരു വലിയ കാലഘട്ടം തന്നെയായിരുന്നു. അരിസ്റ്റോട്ടലിൻ്റെ ശിഷ്യനും ബുദ്ധികൂർമ്മതയുള്ളതുമായ അലക്സാണ്ടർ 336 തൻ്റെ 20-ാം വയസ്സിൽ രാജാവായി ചക്രവർത്തിയായി തീർന്നു. 332 പേർഷ്യയെ ആക്രമിക്കുകയും പേർഷ്യ, പലസ്തീന, ഈജിപ്ത്, സിന്ധു നദീതടം വരെ വ്യാപകമായ വിശാലമായൊരു ഗ്രീക്ക് സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ 33-ാമത്തെ വയസ്സിൽ 322 മരിക്കുകയുണ്ടായി. ഈ കാലഘട്ടത്തിലാണ് ഈ യവനവൽക്കരണവും ഗ്രീക്ക് ആധിപത്യവും യഹൂദരുടെ മതജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും സാംസ്കാരിക ജീവിതത്തെയും ഒക്കെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി അവരുടെ ഭരണത്തിൻ്റെ ഏറ്റവും മികവുറ്റ ഒരു രീതി ഒന്നും ആരെയും അടിച്ചേൽപ്പിക്കാൻ പരിശ്രമിച്ചില്ല എന്നുള്ളതായിരുന്നു. അതിനു മുമ്പുണ്ടായിരുന്ന പേർഷ്യൻ ആധിപത്യം ഭാഗികമായും ബാബിലോണിയൻ ആധിപത്യം പൂർണ്ണമായും ഇസ്രായേലിനെ തച്ചുടയ്ക്കുന്നതും അവരുടെ രീതികളും ആചാരങ്ങളും മതവുമൊക്കെ അടിച്ചേൽപ്പിക്കുന്നതുമൊക്കെ ആയിരുന്നുവെങ്കിൽ ഗ്രീക്ക് ആധിപത്യത്തിൽ കുറെ കൂടി സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. ഗ്രീക്ക് ലോകത്തിൻ്റെ സംസാര ഭാഷയായി തീർന്നു. വസ്ത്രധാരണത്തിൽ പോലും ഗ്രീക്ക് സംസ്കാരം വെളിവാക്കപ്പെട്ടു. നേതൃത്വപാഠവും അച്ചടക്കവുമുള്ള സൈന്യം ഗ്രീക്ക് ആധിപത്യത്തിന് കീഴിലുണ്ടായിരുന്നു. ഗ്രീക്ക് സംസ്കാരത്തെ എല്ലാവരും കൈനീട്ടി സ്വീകരിച്ചു. അതിന് വ്യത്യസ്തങ്ങളായ മാർഗങ്ങളാണ് ഗ്രീക്ക് ഭരണാധികാരികൾ സ്വീകരിച്ചിരുന്നത്. തങ്ങൾ അധീനമാക്കിയ എല്ലാ സ്ഥലങ്ങളിലും ഗ്രീക്ക് കോളനികൾ സ്ഥാപിച്ചു. സൈനികരെ അതിവിദഗ്ധമായി കൂട്ടിയിണക്കി. യുവാക്കളെ സൈന്യത്തിലേക്ക് ആകർഷിച്ചു. അവർക്ക് വ്യക്തമായതും ചിട്ടയായതുമായ പരിശീലനം നൽകി. ലോകമെങ്ങും ഗ്രീക്ക് സർവകലാശാലകൾ സ്ഥാപിച്ചു. പട്ടണങ്ങൾ തോറും കളിസ്ഥലങ്ങളും മത്സരങ്ങളും
ഒളിമ്പിക്സ് പോലെയുള്ള വലിയ മത്സരങ്ങളും സംഘടിപ്പിച്ചു. നാടകവേദികൾ ഒരുക്കി, കലയെ നവമായി അവതരിപ്പിച്ചു, കലകളെ ജീവിതഗന്ധിയായി അവതരിപ്പിച്ചു. യാതൊരു നിരാസവും കൂടാതെ ലോക ജനത മുഴുവൻ ഗ്രീക്ക് സംസ്കാരത്തെയും ഗ്രീക്ക് ഭാഷയെയും കൈനീട്ടി സ്വീകരിച്ചു. അങ്ങനെ ലോകം മുഴുവനും ഗ്രീക്ക് ആധിപത്യത്തിന് കീഴിലും ഗ്രീക്കിൻ്റെ കോളനിയായിത്തീരുന്നതും ഈ കാലഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. എന്നാൽ 250 വർഷങ്ങളോളം നീണ്ടുനിന്ന ഗ്രീക്ക് ആധിപത്യം, ഗ്രീക്ക് രാജവംശത്തിൻ്റെ അവസാനം മഹാനായ അലക്സാണ്ടറിൻ്റെ മരണത്തിന് ശേഷം ഗ്രീക്ക് സാമ്രാജ്യം മുഴുവനും അദ്ദേഹത്തിൻ്റെ 4 സൈന്യാധിപന്മാർ പങ്കിട്ടെടുത്തു. അങ്ങനെ ടോളമി പലസ്തീന, യഹൂദർ ജീവിച്ചിരുന്ന പാലസ്തീനായുടെ ആധിപത്യം സ്വീകരിക്കുകയും ഗ്രീക്ക് ആധിപത്യം ഇസ്രായേലിന്മേൽ ഉണ്ടാവുകയും അത് സ്വാധീനിക്കുകയും ചെയ്തു. ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ വലിയ നന്മകളുണ്ടായിരുന്നു. യഹൂദർക്ക് ഈ ഗ്രീക്ക് ഭാഷയും ഗ്രീക്ക് സംസ്കാരവും ഏറെ അഭികാമ്യമായി തോന്നി. അതിൻ്റെ കാരണം ഗ്രീക്ക് ആധിപത്യത്തിലുള്ള ഏത് നാട്ടിലും സഞ്ചരിക്കുവാൻ അനുവാദമുണ്ടായിരുന്നു. മാതൃഭാഷ എല്ലാവരും തന്നെ മറന്നു. യഹൂദർ തങ്ങളുടെ മാതൃഭാഷയായ ഹെബ്രായ ഭാഷ ഏറെക്കുറെ മറന്നു കഴിഞ്ഞിരുന്നു. അതിനോട് ചേർന്ന് ഗ്രീക്ക് ഭാഷ പഠിച്ചു തുടങ്ങി. ഈ കാലഘട്ടത്തിൽ ബൈബിൾ ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. കാരണം തലമുറകൾ കഴിഞ്ഞപ്പോഴേക്കും യഹൂദരുടെ അനന്തര തലമുറകളുടെ ഭാഷ ഈ ഗ്രീക്ക് ആധിപത്യത്തോടുകൂടി ഗ്രീക്കായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഗ്രന്ഥം ഗ്രീക്ക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലോകം മുഴുവനിലുമുള്ള ഏവരെയും അവരുടെ ജീവിത രീതികളും ചിന്തയും ഒക്കെ യവനവൽക്കരിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാലഘട്ടത്തിന് ശേഷം ഏകദേശം BC 200കളോടായപ്പോഴേക്കും നിർബന്ധിതമായ യവനവൽക്കരണം ലോകമെങ്ങും അടിച്ചേൽപ്പിക്കപ്പെട്ടു. അലക്സാണ്ടറിന് ശേഷം വന്ന ഭരണാധികാരികൾ ഏറെക്കുറെ മതസ്വാതന്ത്ര്യമൊക്കെ നൽകിയെങ്കിലും അന്ത്യോക്യോസ് 4ാമൻ്റെ കാലഘട്ടത്തോടുകൂടി ഏകദേശം BC 175, 163 ഈ കാലഘട്ടങ്ങളിൽ അന്ത്യോക്യസ് എപ്പിഫാനോസ് പ്രത്യക്ഷനായ ദൈവമായും അതുകൊണ്ട് ഗ്രീക്ക് ആധിപത്യത്തിന് കീഴിലുള്ള എല്ലാവരും ദൈവമായി അന്ത്യോക്യസ് എപ്പിഫാനോസിനെ ആരാധിക്കണമെന്ന രാജകൽപ്പന നിലവിൽ വന്നു. ഗ്രീക്ക് ദേവതകളുടെ രൂപങ്ങൾ ദേവാലയത്ത് പ്രതിഷ്ഠയുടെ സ്ഥാനത്ത് സ്ഥാപിച്ച് ബലിയർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. BC 167 ജെറുസലേം ദേവാലയത്തിൽ സിയൂസ് ദേവൻ്റെ വിഗ്രഹം സ്ഥാപിച്ച് പന്നിമാംസം ബലിയർപ്പിച്ചു. ഇസ്രായേലിൻ്റെ നിയമങ്ങൾ പാലിക്കുവാൻ യഹൂദരെ അനുവദിച്ചില്ല. ബൈബിൾ കൈവശം വയ്ക്കുന്നതും നിയമലംഘനമായി പരിഗണിക്കപ്പെട്ടു. പൊതുസ്ഥലങ്ങളിൽ വച്ച് യഹൂദരുടെ മതഗ്രന്ഥം പൊതുവായി അഗ്നിക്കിരയാക്കി. ഇപ്രകാരം മതമർദ്ദനത്തിലേക്ക് ഗ്രീക്ക് രാജവംശത്തിൻ്റെ അവസാന കാലഘട്ടത്ത് നീങ്ങുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഹൂദരിടയിൽ ഇതൊരു പുതിയ പ്രതിസന്ധി ഉയർന്നു വരുവാൻ കാരണമായി. യഹൂദരിൽ ചിലരൊക്കെ ഈ യവനവൽക്കരണത്തെയും യവന മതത്തെയും രാജാവിൻ്റെ മതത്തെയും ഒക്കെ ഭയം മൂലവും മറ്റു സമ്മർദ്ദങ്ങൾ മൂലവും സ്വീകരിക്കുവാനിടയായി. എതിര് നിന്നവരെയൊക്കെ കൊല്ലുകയും ജീവഹാനി വരുത്തുകയും ചെയ്തു. വിശ്വാസത്തിന് വേണ്ടി പോരാടുവാനും നിയമത്തിനെതിരായുള്ള നിയമപാലനത്തിനും ദേവാലയത്തിനുമെതിരായുള്ള നിർബന്ധങ്ങൾക്ക് വഴങ്ങാതിരിക്കുവാനും എതിർത്ത് നിൽക്കുവാനും പ്രചോദിപ്പിച്ചുകൊണ്ടുള്ള ലിഖിതങ്ങൾ ഇക്കാലത്തുണ്ടായി. അപ്രകാരം അക്കാലത്തുണ്ടായ ലിഖിതങ്ങളാണ് യവനവൽക്കരണത്തെ എതിർത്ത് നിൽക്കുവാനും നിയമങ്ങളും യഹൂദരുടെ ചട്ടങ്ങളും പാലിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും യഹൂദരുടെ ദൈവത്തെ ആരാധിക്കുവാനുമൊക്കെ പ്രചോദനം നൽകിക്കൊണ്ട് എഴുതപ്പെട്ട ലിഖിതങ്ങളാണ് യൂദിത്ത്, ദാനിയേൽ, എസ്തേർ തുടങ്ങിയ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളും പുസ്തകങ്ങളും. എതിർത്ത് നിൽക്കുന്നതിന് ചിലർ ആയുധമെടുത്ത് പോരാടുന്നതിനായി മുന്നോട്ട് വന്നു. ആയുധമെടുത്ത് പോരാടുന്നതിന് മുന്നോട്ട് വന്നവരാണ് മത്തിയാസ്, പുരോഹിതനായ മത്തിയാസും മത്തിയാസിൻ്റെ കുടുംബവും.
മത്തിയാസിൻ്റെ മക്കൾ യൂദാസ് മക്കബിയർ, ജോനത്താൻ മക്കബിയർ, ശിമയോൻ മക്കബിയർ തുടങ്ങിയവർ പുരോഹിതരും ജനനേതാക്കന്മാരുമായി തീർന്നു. ഈ ചരിത്രമാണ് മക്കബയരുടെ പുസ്തകത്തിലും മക്കബയരുടെ 1-2 പുസ്തകത്തിലും യൂദിത്തിൻ്റെയും ദാനിയേലിൻ്റെയും എസ്തറിൻ്റെയും ഒക്കെ പുസ്തകത്തിൽ നാം വായിക്കുക. പല കാലഘട്ടങ്ങളിലും മത്തിയാസിൻ്റെ മക്കളായ യൂദാസിൻ്റെയും ജോനാത്താൻ്റെയും ശിമയോൻ്റെയും നേതൃത്വത്തിൽ വിജയം വരിക്കുകയും ദേവാലയത്തെ വീണ്ടും ശുദ്ധീകരിക്കുകയും നിയമാനുഷ്ഠാനത്തിലേക്കും ദൈവാരാധനയിലേക്കും തിരിച്ചു പോകുന്നതുമൊക്കെയായി നമുക്ക് കാണാനായി സാധിക്കും. പലപ്പോഴും പരാജയപ്പെടുന്നതും കാണാനാവും. ഇപ്രകാരം യഹൂദർ പലപ്പോഴും പരാജയപ്പെട്ടപ്പോൾ അവരുടെ മതാത്മകതയിൽ വ്യതിയാനം സംഭവിച്ചു. ഈ കാലഘട്ടത്തിലാണ് അപ്പോക്കാലിപ്റ്റിക് ചിന്തകളും യുഗാന്ത്യോന്മുഖ ചിന്തകളുമൊക്കെ യഹൂദരിൽ വ്യാപകമായി തീർന്നത്. രാജഭരണവും പ്രവാസാനന്തര കാലഘട്ടവും ജ്ഞാനികളുടെ കാലഘട്ടവും തുടർന്നു വന്ന യവനവൽക്കരണവും യവന ഭാഷയും നിർബന്ധിത മതപരിവർത്തനവും നിർബന്ധിത മതനവീകരണവും ഒക്കെ യഹൂദരെ ഏറെ സ്വാധീനിച്ചു. ചിന്താഗതികളിലേറെ മാറ്റം വന്നു. മതപീഡനവും പരാജയങ്ങളും പുതിയ ചിന്തയ്ക്ക് വഴിതെളിച്ചു. ആത്യന്തികമായ സംരക്ഷണം നൽകുവാനോ നീതി സ്ഥാപിക്കുവാനോ രാജഭരണത്തിനോ പുരോഹിത സംവിധാനങ്ങൾക്കോ നിയമാനുഷ്ഠാനങ്ങൾക്കോ സാധ്യമല്ല എന്ന് യഹൂദജനം തിരിച്ചറിഞ്ഞു. പ്രവാചകന്മാർ സ്വപ്നം കണ്ട മാനസാന്തരവും നീതിയും ദൈവരാജ്യവും വന്നില്ല എന്ന് ഇസ്രായേൽ ജനം യഹൂദജനം മനസ്സിലാക്കി. ജ്ഞാനികളുടെ പഠനവും അവരുടെ സൂക്തങ്ങളുമൊക്കെ ഫലശൂന്യങ്ങളായി കാണപ്പെട്ടു. ഈ കാലഘട്ടത്തിലാണ് ജനങ്ങളാൽ നേതാക്കന്മാരാൽ ഒരു രക്ഷ ഇസ്രായേലിന് സാധ്യതമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ദൈവം മാത്രം നേരിട്ട് ഇടപെട്ടാൽ മാത്രമാണ് രക്ഷ സാധിക്കുക എന്നുള്ള ഒരു യുഗാന്ത്യോന്മുഖ ചിന്ത ഇസ്രായേലിൽ രൂപപ്പെട്ടു. അപ്രകാരമുള്ള ചില ചിന്തകൾ സക്കറിയ, ദാനിയേൽ എന്നിവരുടെ ദർശനങ്ങളിലും പ്രവചനങ്ങളിലും നമുക്ക് കാണാനാവും. ഈ ചിന്തകളിലാണ് 2 യുഗങ്ങളെപ്പറ്റിയുള്ള ദർശനങ്ങൾ നാം വായിക്കുക. നാം ജീവിക്കുന്ന ഈ യുഗം വരാനിരിക്കുന്ന ഒരു നവയുഗം. നാം ജീവിക്കുന്ന ഈ യുഗത്തിൽ ദുഷ്ടതയും തിന്മയും പൈശാചികതയും അടിമത്തവുമൊക്കെ നിറഞ്ഞ ഒരു യുഗം. എന്നാൽ ദൈവം ഇറങ്ങി വരുന്ന ഒരു പുതിയ യുഗം, നവയുഗം. രക്ഷിക്കാനായി ദൈവം നേരിട്ടിടപെടുന്ന, ദൈവം ഇറങ്ങി വരുന്ന ഒരു യുഗത്തെപ്പറ്റി, വരാനിരിക്കുന്ന ഒരു പുതിയ യുഗത്തെപ്പറ്റി സക്കറിയ പ്രവാചകനും ദാനിയേൽ പ്രവാചകനൊക്കെ പ്രവചിക്കുന്നതായി നമുക്ക് വായിക്കാനാവും. അപ്പോൾ യുഗാന്ത്യം എന്ന് പറയുന്നത് ഭൗതികമായ രക്ഷയോ ഭൗതികമായ സ്വൈര്യതയോ അല്ല, മറിച്ച് അതിഭൗതികമായ ഉയർന്ന ദൈവാനുഭവമാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് ഇസ്രായേൽ ജനം തിരിയുവാനും ആ രീതിയിലുള്ള ചിന്താധാരകൾ രൂപപ്പെടുവാനും ഈ വിപ്രവാസാനന്തര കാലഘട്ടം, ഗ്രീക്ക് ആധിപത്യത്തിൻ്റെ അവസാന കാലഘട്ടത്തിലൊക്കെ ഇസ്രായേൽ ജനം മാറ്റപ്പെടുന്നത് നമുക്ക് വായിക്കാനാവും. ഈ കാലഘട്ടത്തിലാണ് നിയമത്തെ ശരിയായി പാലിക്കുന്നതിനും ഭക്താനുഷ്ഠാനങ്ങൾ ശരിയായി നിലനിർത്തുന്നതിനും യഹൂദ മതനിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നതിന് യഹൂദരുടെയിൽ പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ രൂപപ്പെട്ടത്. തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ നിന്നും രക്ഷപ്പെടുവാനായി മതത്തിൻ്റെ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നതിനായി വരാനിരിക്കുന്ന യുഗത്തെ വിശുദ്ധിയോടുകൂടി സ്വീകരിക്കുന്നതിനായി എസ്സേനികൾ എന്നൊരു കൂട്ടം യഹൂദ വിശ്വാസികൾ മരുഭൂമിയിലേക്ക് ചാവുകടലിൻ്റെ തീരത്തേക്ക് രക്ഷപ്പെടുകയും അവിടെ ഇസ്രായേലിൻ്റെ മതനിയമങ്ങൾ വിശുദ്ധിയോടുകൂടി പാലിക്കുകയും തങ്ങളെ തന്നെ വിശുദ്ധരായി വരാനിരിക്കുന്ന യുഗത്തിൽ സമർപ്പിക്കുന്നതിനായി ഒരുക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രവും കൂടി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിൽ നിന്നല്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാനാവും. എന്നാൽ പാലസ്തീനായിൽ ജെറുസലേമിൽ തന്നെ നിയമ അക്ഷരാർത്ഥത്തിൽ പാലിച്ചുകൊണ്ട് തങ്ങളെ തന്നെ ശുദ്ധരായി കാത്തുസൂക്ഷിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ടായിരുന്നു. അവരായിരുന്നു ഫരിസയർ. അങ്ങനെ ഇസ്രായേലിൻ്റെ യഹൂദമതത്തിൻ്റെ ചിന്താധാരകൾ ദൈവികമായ രക്ഷയുടെ പുതിയ യുഗത്തിൻ്റെ ഒരു പിറവിയിലേക്ക് നോക്കാനാവും വണ്ണം
ദൈവിക ദർശനങ്ങൾ ഉടലെടുത്ത ഒരു കാലഘട്ടമായിരുന്നു ഈ ഗ്രീക്ക് ആധിപത്യത്തിന് കീഴിലുള്ള ഭരണകാലഘട്ടം. ഈ കാലമത്രയും 3 ആധിപത്യങ്ങൾക്ക് കീഴിലാണ് യഹൂദർ ജീവിച്ചിരുന്നതെന്ന് ചുരുക്കമായി നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്, വിപ്രവാസത്തിൽ നിന്നും തിരിച്ചു വരുന്ന കാലത്ത് പേർഷ്യൻ ആധിപത്യവും തുടർന്ന് ഗ്രീക്ക് ആധിപത്യവും. ഗ്രീക്ക് ആധിപത്യത്തിന് ശേഷം BC 63 റോമൻ സാമ്രാജ്യ ശക്തി ലോകമെങ്ങും വ്യാപകമാവുകയും BC 63 റോമൻ ചക്രവർത്തിയായ പോംബെയ് പാലസ്തീനെ കീഴടക്കുകയും പാലസ്തീനും ഏഷ്യ മൈനറിൻ്റെ സിംഹഭാഗവും റോമ സാമ്രാജ്യത്തിന് കീഴിൽ അമരുകയും ചെയ്തുവെന്ന് നമുക്ക് അറിയാം. ഇപ്രകാരം വിപ്രവാസങ്ങളിൽ നിന്ന് തിരിച്ചു വന്ന യഹൂദർ 3 ആധിപത്യങ്ങളുടെ കീഴിലാണ് ജീവിച്ചിരുന്നത്. വിരളമായ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ഏറെക്കുറെ മതസ്വാതന്ത്ര്യവും അനുഭവിച്ചിരുന്നുവെങ്കിലും തുടർച്ചയായ ആധിപത്യങ്ങളുടെ നുകങ്ങൾക്ക് കീഴിലായിരുന്നു യഹൂദർ തങ്ങളുടെ ജീവിതം ദീർഘകാലം അനുഭവിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്രകാരം വിപ്രവാസാനന്തരം കടന്നു വന്ന യഹൂദ ജനതയ്ക്ക് വിപ്രവാസത്തിലൂടെയും തുടർന്നുള്ള ആധിപത്യങ്ങളിലൂടെയും നവമായ ദൈവിക ദർശനങ്ങളും ദൈവാനുഭവങ്ങളും അനുഭവിക്കുകയും അത് അവരിൽ തന്നെ ഒരു ചിന്തയായി രൂപപ്പെടുകയും പിന്നീട് അത് ലിഖിതമാക്കുകയും ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുകയും ദൈവാനുഭവത്തിൻ്റെ അനുഭവങ്ങളായി രേഖപ്പെടുത്തുകയും ചെയ്തുവെന്ന് ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും നമുക്ക് വായിക്കാനാവും. വിശുദ്ധ ഗ്രന്ഥത്തിലെ ചരിത്ര ഗ്രന്ഥത്തിൻ്റെ വായന ഇസ്രായേലിൻ്റെ ചരിത്രം എങ്ങനെ രൂപപ്പെട്ടുവെന്നും ചരിത്രം അവരെ എങ്ങനെ രൂപപ്പെടുത്തിയെന്നും ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഇസ്രായേൽ എങ്ങനെയാണ് ഒരുങ്ങിയതെന്നും നമുക്ക് കാണാനാവും. അങ്ങനെ നവയുഗത്തിൻ്റെ പ്രത്യാശയോടുകൂടി പുതിയ നിയമത്തിലേക്ക് കടക്കുന്ന ഒരു യഹൂദരുടെ ചരിത്രമാണ് ഈ ചരിത്ര പുസ്തകത്തിൻ്റെ താളുകളിൽ നാം വായിക്കുക. ഈ വായന നമ്മെ ഒരു നവയുഗത്തിലേക്ക് അതിഭൗതികമായ ദൈവികമായ നന്മയിലേക്ക് നയിക്കുവാൻ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നന്ദി.